ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ക്രിസ്ത്യൻ ടൈംസ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ബോൾഡ്. സോ ഒരു മൂവിയുടെ കാസ്റ്റിംഗ് ഉടനെ ആരംഭിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ആരാണ് ബാറ്റ്മാനായിട്ട് അഭിനയിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷേ നിറയെ പേര് ഈ ആൻറ്റി റിച്ച് മാൻ വന്നാൽ കൊള്ളാമെന്നൊക്കെയാണ് പറയുന്നത് ബാറ്റ്മാനായിട്ട്. സോ എനിക്കും നന്നായിട്ട് ഇരിക്കുന്ന തോന്നുന്നത്, കാരണം പുള്ളിക്ക് നല്ല ബോഡിയൊക്കെ ഉണ്ട്, ബാറ്റ്മാൻ സൂട്ടിലൊക്കെ വേറെ ലെവലായിട്ട് ഇരിക്കുന്നതാണ് തോന്നുന്നത്. ബട്ട് എന്നാലും നമുക്ക് കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്, ആര് ബാറ്റ്മാനായിട്ട് DCയിൽ അഭിനയിച്ച് കൊള്ളാൻ തോന്നുന്നു? സോ ഉറപ്പായിട്ട് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ ജോക്കർ 2ൻ്റെ ചില ഫസ്റ്റ് ലുക്ക് പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ അതിൽ വന്ന് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ജോക്കറും ഹാർലിക്വിനും തമ്മിൽ ഡാൻസ് കളിക്കുന്ന പിക്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഈ ഒരു മൂവി ജോക്കർ 2 വന്ന് ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു മൂവിയാണ്. സോ മ്യൂസിക്കൽ പടങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല. സോ ഈ ജോക്കർ 2 നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം മ്യൂസിക്കലിൽ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ജോക്കർ 2 മ്യൂസിക്കലിൽ വന്നാൽ കൊള്ളാമോ കൊള്ളൂലേ? ഉറപ്പായിട്ടൊക്കെ പറ്റി പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ സൂപ്പർമാൻ ലെഗസി ജൂലൈ മാസമാണ് റിലീസ് ആകുമ്പോൾ 2025. സോ ആ ഒരു മന്തിൽ വന്ന് വേറെ നിറയെ മൂവീസ് വരുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഫോറൊക്കെ ആ ഒരു മന്തിലാണ് റിലീസ് ആകാൻ പോകുന്നത്. സോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ സൂപ്പർമാൻ ലെഗസി വന്ന് നന്നായിരിക്കുമെന്ന് ചില ആൾക്കാർക്ക് ഇപ്പോഴേ ഡൗട്ട് ഉണ്ടാവും. ബട്ട് നമ്മുടെ ജെയിംസ് ഗൺ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് പടം നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു മൂവിയിൽ വന്ന് നമ്മുടെ ജെയിംസ് ഗൺ നമ്മുടെ സൂപ്പർമാനെ വന്ന് എന്താ പറയുക, കോമിക് അക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഒരു ഇമോഷണൽ മൂവിയും കൂടെ ആക്കിയത് കൊണ്ടുവരാൻ നോക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ജെയിംസ് ഗണ്ണിന് ഇമോഷൻസ് ഒക്കെ ചെയ്യുന്നതിൽ നല്ലൊരു ഇതുണ്ട്. കാരണം നമ്മൾ ആൾറെഡി ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിലൊക്കെ കണ്ടതാണ്. നമ്മൾ റോക്കറ്റിനൊക്കെ വെച്ച ഒരു ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തതാണ്. അപ്പോൾ സൂപ്പർമാൻ ലെഗസിയിലും അത് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഈ ഒരു പടം നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ജെയിംസ് ഗണ്ണിലാണ് എല്ലാ പ്രതീക്ഷയും. ഇപ്പോൾ DC സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ 3യുടെ ടീസർ വന്നിട്ടുണ്ട്. അതിന് വേറെ ലെവലായിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ടീസറാണ് ഇപ്പോൾ മോസ്റ്റ് വ്യൂഡ് ടീസറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കിയൊക്കെ ഈ പടത്തിൽ എത്രത്തോളം വലിയൊരു എന്താ പറയുക ഹൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം. സോ ഈ ഒരു പടം വന്ന് പടത്തിൻ്റെ റിലീസ് ഡേറ്റിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ജൂലൈ 26 വരെ ആയിരുന്ന പടം ജൂലൈ 25 ആക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് മുമ്പേ ആക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നല്ല കാര്യമാണ്. കാരണം ഈ പടത്തിൽ അത്രയ്ക്കുള്ളൊരു ഹൈപ്പ് ഉണ്ട്. ഓക്കെ, സോ അതാണ് എന്താ പറയുക ഒരു മെയിൻ റീസൺ. അത് മാത്രമല്ല ഈ ഡെഡ്പൂൾ 3യുടെ വേറൊരു ട്രെയിലർ കൂടെ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ വൂൾവറീനെ ഫോക്കസ് ചെയ്തുള്ള ഒരു ട്രെയിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇല്ല, വൂൾവറീനെ ഒന്നും ട്രെയിലറിനെ കാണിക്കൂല, മൂവിയിൽ തന്നെ കാണൂ എന്നാണ് പറയുന്നത്. കാരണം ആ ഹൈപ്പ് ബിൽഡ് ചെയ്യാനാണ് അവർ നോക്കണമെന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാസ്റ്റിംഗ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. പെട്രോ പാസ്കലാണ് റീറിച്ചാർജ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. കൂടാതെ വെനിസ കെർബിയാണ് നമ്മുടെ സൂസ്ട്രോമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഏബോൺ മോസ് ആണ് നമ്മുടെ തിങ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ജോസഫ് ക്യൂനാണ് നമ്മുടെ ജോണി സ്ട്രോമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ കാസ്റ്റിംഗ് കൺഫേം ആക്കിയിട്ടുണ്ട്. ആൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ടൈമിലൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ X-Men 97 എന്നൊരു അനിമേറ്റഡ് ഒരു സീരീസിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ടോട്ടലി ഒരു 5 സീസൺ ഉണ്ടായിരുന്നു. സോ ഞാൻ അത് കണ്ടിട്ടില്ല വലുതായിട്ട്. അപ്പം ആരൊക്കെ വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. ട്രെയിലറുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മാഡം വെബ് മൂവി റിലീസായിട്ടുണ്ട്. അതിന് വേസ്റ്റ് മൂവിയാണ്. ആൾറെഡി റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഇത് ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു 25 മില്യനാണ് എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ട് കുറവാണ്. ഇതിന് സോണി പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ഈ ഒരു മൂവി തന്നെ സ്പൈഡർമാൻ ഫാൻസിനെ കളിയാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇനി സോണിയുടെ ഭാഗത്ത് തന്നെ കുറേ പ്രോജക്ട്സ് വരാനുണ്ട്. അതായത് നമ്മുടെ സിൽക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് എന്തോ വരാനുണ്ട്. നമ്മുടെ ആമസോൺ പ്രൈമിലാണ് വരാൻ പോകുന്നത്. അപ്പം അതിൽ ചില മാറ്റങ്ങൾ നമ്മൾ സോണി വരുത്തുമെന്നാണ് പറഞ്ഞത്. അത് കോമിക് അക്യൂറേറ്റ് ആയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പല റൈറ്റ്സിനൊക്കെ മാറ്റി നന്നായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ നമ്മുടെ നിക്കോളാസ് കേജിൻ്റെ വെച്ച് ഒരു മൂവി വരാനുണ്ട് പറഞ്ഞത്. അതായത് നിക്കോളാസ് കേജിനെ വെച്ച് ആ ഒരു സ്പൈഡർമാൻ നോയർ എന്നൊരു മൂവി വരാനുണ്ട്. പുള്ളി വോയിസ് ഓവറാണ് കൊടുക്കാൻ പോകുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റൈലിലൊക്കെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലും ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൂടാതെ നമ്മുടെ മൈൽസ് മൊറാലിസ് സ്പൈഡർമാൻ. സോ അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ മൂവി വരുമെന്നാണ് പറയുന്നത്. നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ ഇപ്പോൾ നമ്മുടെ സോണി ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4 ഉടനെ റിലീസാക്കണം, അടുത്ത വർഷം തന്നെ റിലീസാക്കണം, അതും അത് മൾട്ടിവേഴ്സൽ മൂവി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോണി ഇപ്പോൾ വരക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെവിൻ ഫൈഗിയും ടോം ഹോളണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പടം 2026 റിലീസാക്കേണ്ടത്. നമ്മുടെ സീക്രട്ട് വാർസുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരണം, ഈ ഗ്രൗണ്ടഡ് ആയിട്ടൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ സോണിക്ക് ഇത് ഉടനെ തന്നെ അടുത്ത വർഷം റിലീസാക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതെന്താവും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം.
പിന്നെ വന്ന് നമ്മുടെ ഹൾക്ക് ഫാൻസിനൊക്കെ ഒരു ചെറിയ സാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഹൾക്കിന് ഒരിക്കലും ഒരു സോളോ മൂവി വരില്ലെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹൾക്ക് ആക്ടർ മാർക്ക് റോഫലോയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പുള്ളി വന്ന് കെവിൻ ഫെയ്ഗിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഹൾക്കിന് ഒരു മൂവി കൊടുക്കണമെന്ന്. പക്ഷേ കെവിൻ ഫെയ്ഗ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിനക്കൊരിക്കലും അവസാനം വരയ്ക്കും നിനക്കൊരു മൂവി വരില്ല, സോളോ മൂവി വരില്ല. പക്ഷേ വേറെ ആൾക്കാരുടെ സ്റ്റോറീസിലേക്ക് നിൻ്റെ കഥകൾ പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹൾക്കിന് ഒരിക്കലും മൂവി വരില്ല. ഓക്കെ, സോ അത് മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക 4 വരായിരിക്കുന്നു. സോ അതിൽ വന്ന് ഹൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ വന്ന് നമ്മുടെ ഹെൻറി ക്യാവിലാണെങ്കിൽ MCUയിലോട്ട് ജോയിൻ ആയി എന്നാണ് പറയുന്നത്. അതും ഒരു മേജറായിട്ടുള്ള റോളാണ് നമ്മുടെ ഹെൻറി ക്യാവിൽ കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് മാർവലിൽ വന്ന് ഇത് ഒരു ഓഫറായിട്ടാണ് വച്ചത്. പക്ഷേ നമ്മുടെ ഹെൻറി ക്യാവിൽ ഉടനെ അത് അക്സെപ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. സോ എന്താണ് ആ റോൾ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ചില ആൾക്കാർ സെൻട്രി എന്ന് പറയുന്നുണ്ട്, ഹൈപ്പീരിയൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോക്ടർ ഡൂം എന്നും ഒരു വലിയ റൂമറുണ്ട്. സോ ഡോക്ടർ ഡൂമായിട്ട് നമ്മുടെ ഹെൻറി ക്യാവിൽ വന്ന് കൊള്ളാം, കാരണം പുള്ളിക്ക് നല്ല ബോഡിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സിലിയൻ മർഫി വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നക്കിൾസ് എന്ന സീരീസിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ഫണ്ണായിട്ടാണ് ഉള്ളത്. സോ ഇത് വന്ന് നമ്മുടെ സോണിക് 2-ൻ്റെയും അതേപോലെ തന്നെ സോണിക് 3-ൻ്റെയും നടുവിലായിട്ടാണ് ഇത് പറഞ്ഞതെന്നാണ് പറയുന്നത്. സോ നന്നായിരിക്കും പ്രതീക്ഷിക്കുന്ന സീരീസ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ആരൊക്കെ വെയിറ്റിംഗ് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സിലും കാര്യങ്ങളൊക്കെ. ഈ ഏത് അപ്ഡേറ്റ് കേട്ടപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് ഉറപ്പായിട്ട് തന്നെ കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.